MT ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ വിമർശനത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നതിന് MTയോട് ചെയ്യുന്ന ഒരു അനീതിയുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയ വിമർശനത്തെ വളരെ സൃഷ്ടിപരമായി കൈകാര്യം ചെയ്യുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് അതിനകത്തുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേട്ട വാർത്ത ശരിയാണെങ്കിൽ അത് മലയാളികൾക്ക് മൊത്തം അവമാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ അനവധി കൊല്ലമായി കഥകളും നോവലുകളും തിരക്കഥകളും എഴുതുന്നു, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു, പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നു, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് 90 വയസ്സായി. ഇന്ന് വരെ അദ്ദേഹം വേറെ ഒരാളുടെ പ്രകോപനത്തിലോ വീഴാത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തെ പറ്റി അന്വേഷണം നടന്നു എന്നുള്ളത് മൊത്തത്തിൽ മലയാളികൾക്കും വിശേഷിച്ച് സാഹിത്യകാരന്മാരും വായനക്കാരുമായിട്ടുള്ള ആ കലാരംഗത്തുള്ള ആളുകൾക്കൊക്കെ അവമാനമാണ്. ഇത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ പാപ്പരത്തം കാണിക്കുന്ന ഒന്നാത്. കാരണം ഈ പ്രസംഗം എന്ന് പറയുന്നത് 1998 EMS മരിച്ചുപോയി. 98-ലോ 99-ലോ എഴുതിയ ഒരു അനുസ്മരണ ലേഖനമാണിത്. EMS മരിച്ചപ്പോൾ എഴുതിയ ലേഖനാണ്. ആ ലേഖനം സ്നേഹാദരങ്ങളോടെ എന്നുള്ള 2003-ൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ചേർത്തു. ആ പുസ്തകത്തിൽ നിന്ന് അതുപോലെ മറ്റനവധി പുസ്തകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ലേഖനങ്ങളിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്തൊരു ബുക്കുണ്ട് 2014. അതിനകത്ത് ഈ സാധനമുണ്ട്, ഈ രചനയുണ്ട്. അതിൽ അനുസ്മരണ ഒരു വിഭാഗമുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഖനമാണ് ചരിത്രപരമായ ഒരു ആവശ്യം എന്ന് തലക്കെട്ടിട്ട ഈ ലേഖനം. ഈ ലേഖനം മാത്രമാണ് MT അവിടെ പ്രസംഗിച്ചത്. അതിന്റെ മുൻപിൽ ഒരു വരി എഴുതി ചേർത്തു, അവസാനം ഒരു വരി എഴുതി ചേർത്തു. മുമ്പിലെ വരി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അവസാനം ഇത് ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിലും പ്രസക്തമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ ഉള്ളൂ. അപ്പൊ ഇത് EMSനെ അനുസ്മരിച്ച് എഴുതിയ, EMSനെ ആദരിക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ്. അത് പിണറായി വിജയൻ ഉദ്ഘാടകനായി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ തന്റെ മുഖ്യ പ്രഭാഷണമായി അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ സമകാലിക രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാത്ത ആളുകളുണ്ട്, അവർക്ക് അങ്ങനെ വിചാരിക്കാം. അതൊന്നുമല്ല പ്രശ്നം. അതിപ്പോ നമുക്ക് തർക്കിക്കാം. അത് 98-ലോ 99-ലോ എഴുതിയ ഒരു ലേഖനം നരേന്ദ്രമോദിയെ പറ്റിയാണെന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം 2014-ലാണ് മോദി ഇവിടെ പ്രധാനമന്ത്രിയാവുന്നത്, 2016-ലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോ ഇപ്പോ അന്വേഷണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ അന്വേഷിക്കുന്നത്? MT വാസുദേവനെ പറ്റി ഒരു തരിമ്പ് അറിവുണ്ടെങ്കിൽ, അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഒരു തരിമ്പ് ആദരവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ചെയ്യില്ല. ഇത് ചെയ്തത് ശരിയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ മലയാളികളെയും പോലെ എനിക്കതിൽ വലിയ അവമാനം തോന്നുന്നുണ്ട്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പണിയാണ് അവരെടുത്തത്. താങ്ക് യു ശ്രീ കാരശ്ശേരി. താങ്കളുടെ പ്രതികരണത്തിന് MT വാസുദേവൻ നായർ നടത്തിയിട്ടുള്ള ഭരണകൂട വിമർശനത്തിന് പിന്നിൽ ബാഹ്യ താല്പര്യങ്ങളുണ്ടോ എന്ന കാര്യം രഹസ്യ പോലീസ് അന്വേഷിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബെൻസൺ ബാബു കോഴിക്കോട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം സൈഫ് സൈൻ ലാബ്ദിനാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്.